ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു പുതിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. മൈദ കൊണ്ട് നമുക്കൊരു അപ്പം പോലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പം ഞാൻ ഈ ഒരു കപ്പിൽ, ഈ ഒരു ഗ്ലാസ്സിൽ മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ജാറിലോട്ട് ഇടാം. അപ്പോൾ ഒരു കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് മൈദയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് എൻ്റെ കണക്ക്. ഒരു ഗ്ലാസ് വെള്ളം ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓയിൽ ഒരു ടീസ്പൂൺ, ഒന്നല്ല 2 ടീസ്പൂൺ നമുക്ക് ഓയിൽ ജസ്റ്റ് ഒഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണ്. ഞാനൊരു 2.5 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്ക് ഇതിന് വേണ്ട ഉപ്പ് നമുക്കിടാം. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇട്ടു. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടാം. അങ്ങനെ നമ്മൾ ഞാൻ പഞ്ചസാര ഇടുന്നത് ഒരു 2 ടേബിൾ സ്പൂണാണ്. 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ. പഞ്ചസാര ഇച്ചിരി മീൻസ് ഒത്തിരി കൂടുതലൊന്നും ആയിരിക്കില്ല, ഒരു 3 ടീസ്പൂൺ ഇടുമ്പോൾ. പക്ഷേ പഞ്ചസാര ഇടുമ്പോൾ അതിൻ്റെ ഒരു നന്നായിട്ട് നല്ല ക്രിസ്പിനെസ് ആയിട്ട് നമുക്ക് അപ്പം കിട്ടും. ദെൻ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഞാൻ ആ ബാറ്റർ ഞാനൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. അതുകൂടാതെ 2 താറാമുട്ട, അതായത് കോഴിമുട്ടയാണ് സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാനിവിടെ 2 താറാമുട്ടയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ഇതിനകത്തോട്ട് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാം. അപ്പം നമുക്കിതിങ്ങനെ ഇളക്കി ഇത് യോജിപ്പിക്കാം. അങ്ങനെ ഞാൻ മുട്ട നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അടുപ്പത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ചൂടാവാൻ വേണ്ടിയിട്ട്. അത് ഒത്തിരി അങ്ങ് പാൻ ചൂടാവണ്ട, ഒരു നേരിയ ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് ഇതങ്ങ് കോരി ഒഴിക്കാം. ഒത്തിരി ഒന്നും വേണ്ട, ഒരു നേരിയൊരു ഇതായാൽ മതി. ഞാൻ ഇതങ്ങ് കോരി ഒഴിക്കുവാണ്. ഒത്തിരി പാൻ ചൂടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൊമള വരും. മാവ് കോരി ഒഴിച്ചതിൻ്റെ കൂടെ തന്നെ ഞാൻ എണ്ണ തൂവിയിട്ടുണ്ട്. എണ്ണയാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ തെളിഞ്ഞിങ്ങനെ കാണാൻ പറ്റുന്നത്. ലോ ഫ്ലെയിമിൽ തന്നെ എപ്പോഴും വയ്ക്കുക, എന്നിട്ട് മറിച്ചിടുക. ഇപ്പോൾ ഇതുപോലെ ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ മറിച്ചിട്ടപ്പോൾ കണ്ടോ, ഒരു സൈഡ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇങ്ങനെ ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് ചുട്ടെടുക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. നമുക്ക് സോസിൻ്റെ കൂടെ കൂട്ടി തിന്നാം, അല്ലാണ്ടും ചുമ്മാ തിന്നാം. മുട്ടയൊക്കെ ഇട്ടതുകൊണ്ട് അതിൻ്റെ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. കുട്ടികൾക്കൊക്കെ അതുപോലെ തന്നെ ഒത്തിരി ഇഷ്ടമാവും. ഇത് കണ്ടോ, ഫൈനൽ എൻ്റെ അപ്പമാണ്. ഞാനിതിന് അപ്പം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം, അപ്പമെന്നോ ദോശയെന്നോ അങ്ങനെ എന്തെങ്കിലും വിളിക്കാം. ഇത് കണ്ടില്ലേ, എല്ലാം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി, വളരെ ടേസ്റ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ സോസിൻ്റെ കൂടെ മുക്കിയോ അല്ലാണ്ട് ചുമ്മാ തിന്നുകയോ ഒക്കെ ചെയ്യാം. ഇപ്പം കോഴിമുട്ടയ്ക്ക് പകരം ഞാനിപ്പോൾ താറാമുട്ടയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ആ മുട്ടയുടെ എന്തെങ്കിലും ഒരു ഫ്ലേവറോ ഒന്നും നമുക്ക് തന്നെ ഇല്ല. സാധാ നമ്മൾ മുട്ട ചേർത്താന്നും കൂടി നമ്മൾ തോന്നിക്കത്തില്ല. മുട്ടയുടെ ഒരു കുത്തൽ ഫ്ലേവറൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം.